ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ഹാർബറിലാണ് ഫ്രണ്ട്സ് വന്നിരിക്കുന്നത്. അവിടെ കൊഞ്ചിൻ്റെ ജാഗരയാണ് ഗായ്സ്. ഇവിടെ ലേലം വിളി നടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. ഫ്രണ്ട്സ് നടക്കുന്നത് ഇപ്പോൾ എവിടെ നോക്കിയാലും കൊഞ്ചാണ് ഫ്രണ്ട്സ്. അവിടെ അങ്ങോ ഇങ്ങോ ഉള്ളായിരുന്നു കുറച്ച് മീനുകൾ. പിന്നെ ഫ്രണ്ട്സ് ഞങ്ങൾ കൊല്ലത്ത് ഒരു സ്ഥലത്ത് വന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾ ഹാർബറിൽ കയറി മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൊത്തം കൊഞ്ചിൻ്റെ ചാകരയാണ് ഫ്രണ്ട്സ് കിടക്കുന്നത്. എന്തൊക്കെയെന്ന് വെച്ചാൽ കൊഞ്ച് വലിയ കൊഞ്ചുണ്ട്, ചെറിയ കൊഞ്ചുണ്ട്. ഓരോരുത്തർ ലേലം വിളിച്ചാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ നിറച്ച് കൊഞ്ചുകളാണ് ഫ്രണ്ട്സ് കിടക്കുന്നത്. ബോട്ടിൽ നിന്ന് ഓരോ ബോട്ടിൽ നിന്ന് കൊഞ്ചിനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അതുമാത്രമല്ല അവിടെ കൊഞ്ച് കൂട്ടിയിട്ട് ലേലം വിളിച്ച് കൊടുക്കുകയാണ്. 1000 കുറഞ്ഞ ഒന്നുമില്ല എല്ലാവരും 1000 വിളിക്കുന്നത്. 1000 പിടിച്ച് കൊഞ്ചെല്ലാം കൊണ്ടുപോകണം. ഒരു ബക്കറ്റ് കൊഞ്ചൊക്കെ 1000 രൂപയ്ക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളവിടെ നീണ്ടാരെ വന്നാൽ നിങ്ങൾക്ക് ലേലം വിളിച്ച് മീനെ കൊണ്ടുപോകുന്നതാണ്, വരാവുന്നതാണ്. കൊല്ലം ഹാർബറിലാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ അവിടെ ആണെങ്കിൽ പിന്നെ ബോട്ടിൽ നിന്ന് ഓരോരോ മീനെ ഫ്രഷ് ആയിട്ടാണ് ഇറക്കുന്നത് ഫ്രണ്ട്സ്. പിന്നെ പഴയ മീനുകളൊന്നും അല്ല, നല്ല വലിയ കൊഞ്ചുണ്ട്, ചെറിയ കൊഞ്ചുണ്ട്, ലേലം വിളിച്ചെടുക്കാം. പിന്നെ അല്ലാതെ അവിടെ മീനൊന്നുമില്ല, എല്ലാം കൊഞ്ചായിരുന്നു. കൊഞ്ചിൻ്റെ ചാകരയായിരുന്നു കൊല്ലത്ത്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളവിടെ വന്ന് വാങ്ങിക്കുക, നീണ്ടാരെ വന്ന് വാങ്ങിക്കേണ്ടതാണ് മീന്. 300 രൂപയ്ക്ക് ഞണ്ടും മഞ്ചി പോയി. നമുക്ക് വല്ല 100 രൂപയുടെ മീൻ മതി. നമുക്ക് വല്ല 100 രൂപയുടെ മീൻ വാങ്ങിച്ച് വീട്ടിൽ പോകുക. അടുക്കാൻ എടുക്കുന്നല്ലേ ആൾക്കാർ എടുക്കല്ല വാഴ നിറച്ച് കൊഞ്ച് മലാണെങ്കിൽ കൂട്ടിയിട്ട് കൊഞ്ചിൻ്റെ ചാകരയാണ്. മോനെ ഇതേറെ ചെങ്കല ഇവിടെ കാണാൻ പോയത് കാണാം. കൊഞ്ചിൻ്റെ ചാകരയുടെ കൊഞ്ചിൻ്റെ ചാകര കൊഞ്ചിൻ്റെ ചാകര കേട്ടോ. കൊഞ്ച് ചെറിയ കൊഞ്ച് അവിഞ്ഞ കൊഞ്ച്. ഇതൊന്നും വലിയ ഗുണമൊന്നുമില്ല. അമ്മ എങ്ങനെ ഉണ്ടാ? വള്ളത്തിനിടയ്ക്കിട്ടുണ്ടാ നാളെ ലേലംകാർ വരും. വൈകുന്നേരമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ഇത്രയുള്ളായിരുന്നു എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.